ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ട് നമ്മൾ ഒരു ഗാർലൻഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മുല്ലപ്പൂ നമ്മൾ തലയിൽ സാധാരണ നോർമലി നമ്മൾ വെക്കുമല്ലോ, അതുപോലെ നമ്മൾ ത്രെഡിൽ ഇതുപോലെ ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ ബഡ്സ് വെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എംബ്രോയ്ഡറി ത്രെഡാണ്, എൻ്റെ കയ്യിലിരുന്ന എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമ്പിളി നൂലോ അങ്ങനെ എന്ത് വേണേലും എടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് എത്ര നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സൂചിയും അതുപോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് ആ ഒരു നൂലിനകത്തോട്ട്, ആ ഒരു സൂചിക്കകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് കെട്ടിയിട്ടിങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. പിന്നെ നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ശരിയാവും. അപ്പോൾ ആദ്യം ഞാൻ 2-3 തവണ ഇത് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും എനിക്ക് അങ്ങനെ എൻ്റെ കുറേ മുല്ലപ്പൂ അങ്ങനെ അങ്ങ് വേസ്റ്റായി പോയി കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ശരിയായി വന്നത്. അപ്പം ഞാൻ ഇതുപോലെ 2 മുല്ലപ്പൂ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊരു നൂല് പോലെ ഇടയ്ക്ക് ഇങ്ങനെ കെട്ടൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ്, ഈ ഒരു പ്രോസസ്സാണ് നമ്മളിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്കിപ്പം സൂചിയും നൂലും ഇല്ലെങ്കിൽ പോലും കൈകൊണ്ടാണെങ്കിലും നമുക്കിത് കെട്ടി അങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഈ ഗാർലൻഡ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ അതിനൊരു കെട്ടുന്നൊരു വശമുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ എനിക്കത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എത്ര അങ്ങോട്ട് നോക്കിയിട്ട് എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. ഞാൻ കുറേ തവണ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അങ്ങനെ ആ ഒരു കെട്ട് അങ്ങോട്ട് മുറുകി നിൽക്കുന്നില്ലായിരുന്നു. മുല്ലപ്പൂ എല്ലാം ഇങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പിന്നെ ആ ഒരു മെത്തേഡ് ഞാൻ പിന്നെ അങ്ങ് വിട്ടു. പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തങ്ങ് പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതുപോലെ കെട്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂ ബഡ്സ് ജാസ്മിൻ ബഡ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോത്തിയിൽ നിന്നാണ്. മോത്തി എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. അടൂരുള്ളൊരു ഷോപ്പാണിത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആ ഷോപ്പ് എവിടെയാണ്. അപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാമും ഓൺലൈനായിട്ടുള്ള പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. ക്ലിപ്സ് ആൻഡ് ബോസ് ബൈ വാമീസ്, പിന്നെ അതുപോലെ തന്നെ ബോ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, അങ്ങനെ ഒത്തിരി പേജസ് ഉണ്ട്. നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിങ്ങനെ നോക്കിയെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ ഐറ്റംസും അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്നൊക്കെയാണ് ഇപ്പം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവർ അവിടെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ്ലൈനായിട്ടും പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബഡ്സ് എല്ലാം നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ബഡ്സിനകത്താണെങ്കിൽ ഈ ഫോം ഷീറ്റൊക്കെ ഇളകി പോകുന്ന അങ്ങനത്തെ ബഡ്സ് എടുക്കാതെ കുറച്ചുകൂടെ നല്ല ബഡ്സ് നോക്കി വേണം നമ്മൾ ഓരോന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നീളത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്ക് ചെയ്യാനിരുന്നു. ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ പ്രോസസ്സ് തീർന്നത് തന്നെ. കാരണം ഇച്ചിരി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കത് സെറ്റായി വരും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമല്ലേ ഇതിങ്ങനെ കാണാൻ. നമ്മൾ ഒറിജിനൽ ആ ഒരു മുല്ലമൊട്ടിരിക്കുന്ന പോലെ തന്നെ ആണിത്. ലാസ്റ്റ് കാണാൻ സൂപ്പറാണ്. ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമാണ് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പച്ച, ഗ്രീൻ കളർ, അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കളർ, അതൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ജാസ്മിൻ ബഡ്സ് ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടിഷ്യൂ പേപ്പറും ഗ്രീൻ ടേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജാസ്മിൻ ബഡ്സ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഹെയർ ബോർഡ് മേക്കിംഗ് വീഡിയോയും അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചുള്ളതും നോർമൽ ക്ലിപ്പിൽ വെച്ചുള്ളതും ടിക്ടാക്കിലുള്ളതും ഒക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ചാനലിൽ കയറി ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
അപ്പോൾ നമ്മൾ ഇതുപോലെ ബഡ്സ് എല്ലാം ഇങ്ങനെ നമ്മൾ ഒരു ബഡ് ഇങ്ങനെ വെച്ചു, പിന്നെ അതിൻ്റെ അടുത്ത ബഡ് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചു. അങ്ങനെ വെച്ചാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നൂലിങ്ങനെ കെട്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒത്തിരി നല്ല നീളമൊക്കെ വേണമെങ്കിൽ കുറേ നേരം ഇരിക്കണം. അപ്പം ഞാനാണെങ്കിൽ ആദ്യം എടുത്ത നൂല് ജസ്റ്റ് ഒന്ന് തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു നൂല് വേറൊരു നൂലുമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ മൊത്തത്തിൽ ആ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർലൻഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു.